നമ്മൾ എല്ലാ വർഷവും 2 വട്ടം നൊയമ്പ് ആചരിക്കാറുണ്ട്, മറ്റു വിധമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ജനിക്കുമ്പോഴും പൂർവ്വപിതാക്കന്മാരുടെ കാലം തൊട്ടും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പാപികളാണ്, ഇപ്പോഴും പാപികൾ തന്നെ. അങ്ങനെയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിന്? പ്രിയപ്പെട്ട രാഹുകാലത്ത് ഇന്ന് പോലും രക്ഷ തരുവാൻ നമ്മുടെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ല. ആകാശത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ കോട്ടകളെ തകർത്ത് കളയുവാൻ നിങ്ങളുടെ വിശ്വാസത്തിനും മതഭക്തിക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ക്രൂശിലേക്ക് നോക്കുവിന്. ആ ക്രൂശിൽ യേശു ക്രിസ്തു സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അതേ, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ വെച്ച് ദൈവവുമായിട്ടുള്ള നമ്മുടെ ശത്രുത്വം, പാപ നിമിത്തമുള്ള ശത്രുത്വം കീറിക്കളഞ്ഞിരിക്കുന്നു. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമപുസ്തകത്തിന് മുമ്പിൽ അവൻ നമ്മുടെ എല്ലാവരുടെയും അകൃത്യങ്ങൾ നിമിത്തം അടിയേറ്റും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ദണ്ഡനമേറ്റും. അത് ആ ക്രൂശിൽ തന്റെ 2 കള്ളന്മാരുടെ മധ്യേ നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം ചുമന്നത് വഴി അതേ കഴുകുമരത്തില് 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ? ആ ലോകത്തിന്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന കാഴ്ച എന്താണ്? ലോകത്തിലുള്ള സകല ജനങ്ങളുടെയും സന്തോഷപൂർണ്ണമായിരിക്കുന്ന പ്രത്യാശ എന്താണ്? ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലയോ? അതേ പ്രിയപ്പെട്ടവരെ, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അവൻ അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെട്ടുവെങ്കിൽ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു.